നമ്മള് എന്താണ് കാശ്മീർ സ്പെഷ്യൽ എപ്പിസോഡാണ്. ഒരു കാശ്മീർ ട്രിപ്പ് ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ളതിന് ഒരു ഉത്തരമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ മുതൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഈ നമ്മുടെ ട്രാവൽ സീരീസിനെ പറ്റിയിട്ട് കുറേ ചോദ്യങ്ങൾ. അതിൽ മെയിൻ ആയിട്ടുള്ള 2-3 സംഭവങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. കശ്മീർ സേഫ് ആണോ, പോവാൻ പറ്റുമോ, എത്ര എക്സ്പെൻസ്, എത്ര ഉണ്ടാവും പൈസ പോവാൻ, ഇങ്ങനെ ഒരു ട്രിപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇത്രയും ദിവസം എഡിറ്റിങ്ങിലായിരുന്നു കേട്ടോ. ഒരുപാട് ആ വീഡിയോസ് അതുപോലെ ഭംഗിയിൽ ക്യാപ്ചർ ചെയ്ത് ഇത്രയും നന്നായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി നല്ല സ്ട്രഗിൾ ആയിരുന്നു ആ 8 എപ്പിസോഡ് ഒന്ന് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ. നമ്മളെ സീരീസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അല്ലെ? അപ്പൊ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണിച്ചത്. ചിലപ്പോ അങ്ങനെ നമ്മുടെ സീരീസ് കാണാതെ ചിലപ്പോൾ പലരും ആദ്യം ഈ വീഡിയോ കാണുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവര് 8 എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാശ്മീരിന്റെ ബ്യൂട്ടി മൊത്തം അതിൽ കാണാം. നന്നായി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ മുകളിൽ നിങ്ങൾക്ക് ഐ ബട്ടണിലും നിങ്ങൾക്ക് കാണാം ലിങ്ക്. അതുപോലെ വീഡിയോന്റെ അവസാനം കാണാം. നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കശ്മീർ ട്രിപ്പ് 2021 എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റും ഉണ്ട്. അപ്പോൾ അതിൽ മൊത്തം നമ്മൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കണ്ടാലും മതി, പക്ഷെ ആ 8 വീഡിയോ ഒന്ന് കാണൂ. അപ്പോഴാണ് ശരിക്കും കശ്മീരിൽ എവിടെയൊക്കെ പോകണം, എന്തൊക്കെയാണെന്നുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ അറിയാൻ പറ്റും കൂടുതൽ. പിന്നെ ഈ എക്സ്പെൻസ് റിലേറ്റഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കശ്മീർ സേഫ് ആണ്. നമ്മള് എത്രയോ ടൂറിസ്റ്റുകൾ അല്ലെ, എത്രയോ ടൂറിസ്റ്റുകൾ ദിവസം എന്ന് പറഞ്ഞ പോലെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തെ പറ്റി നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അവിടെ പലരോടും ചോദിച്ചു, ഇവിടെ സേഫ് ആണോ വരുന്നത്. നമുക്ക് ഈ ഒരു 6-7 ദിവസം നമ്മൾ എന്താ ഫീൽ ചെയ്തെന്നുള്ള ആദ്യം പറയാം. നമുക്ക് ഒരിക്കൽ പോലും എന്താ പറയുക ഒരു പേടി തോന്നേണ്ട ഒരു സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല. കശ്മീർ എന്നുള്ള സ്ഥലം നമ്മൾ കേട്ട പോലെ അല്ലെങ്കിൽ നമ്മൾ ന്യൂസിൽ കാണുന്നതോ മീഡിയയിൽ കാണുന്നതായിട്ടുള്ള സംഭവം നമ്മൾ ഒരിക്കലും ഫേസ് ചെയ്തിട്ടില്ല. കാരണം ഈ 6 ദിവസത്തിൽ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പോയ സ്ഥലങ്ങളിലും നമുക്കൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. മാക്സിമം നന്നായിട്ട് അവിടുത്തെ കാലാവസ്ഥയും ഇതൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ ഉള്ളവർ പറയുന്നുണ്ട് ടൂറിസ്റ്റ്, അതായത് അവിടെ പ്രശ്നമുള്ള ഏരിയകളും ഉണ്ട്. നമ്മൾ അവിടെ അപ്പൊ പിന്നെ ഈ ന്യൂസിൽ കാണുന്നതൊക്കെ എന്താണെന്നുള്ളത് ഉണ്ടാവും. അവിടെ പ്രശ്നമുള്ള പല ഏരിയകളും ഉണ്ട്, പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവരൊക്കെ പറഞ്ഞു ടൂറിസ്റ്റിന് അങ്ങനെ പേടിക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. മിലിറ്ററി അവരുടെ ആ വിഭാഗങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ ആ ഏരിയകളിലൊക്കെ കൈകാര്യം ചെയ്യുന്നു. ഡെയിലി ഓരോ പ്രശ്നങ്ങൾ നമ്മൾ കാണാം അവിടെ പലതും. പക്ഷെ ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ടൂറിസ്റ്റ് അതിൻ്റെതായ രീതിയിൽ, കാരണം എന്താ വെച്ചാൽ അവർ പറഞ്ഞ ഒരു റീസൺ ഉണ്ട്. കശ്മീരിലൊരു ഹോട്ടൽ നിങ്ങൾക്ക് പിന്നൊരു ഹോട്ടൽ നിങ്ങൾക്ക് ഇന്ന ദിവസം ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് കിട്ടില്ല. കാരണം ആ സ്ഥലത്തെ പല ഹോട്ടലുകളും, അതായത് ശ്രീനഗറിലെ ഹോട്ടലുകളായിക്കോട്ടെ വേറെ സൈറ്റ് സീയിങ്ങിൻ്റെ ഹോട്ടലുകളായിട്ട് എന്നും കംപ്ലീറ്റ് ബുക്ക് ഡൗൺ. അത്രയും ടൂറിസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയപ്പോൾ നമ്മൾ കണ്ടാൽ എത്ര ആളുകളറിയോ, ഒരുപാട് ആളുകളുണ്ട് ടൂറിസ്റ്റുകളായിട്ട്. അപ്പോൾ എല്ലാവരും അവിടെ വരുന്നുണ്ട്, എല്ലാവരും അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ഡോണ്ട് വറി, അതിനെപ്പറ്റി അത്രയും തിരക്കാണ് അവിടെ എന്നുള്ളതാണ് സംഭവം. അപ്പോൾ ആ ഒരു പേടി വേണ്ട. നമ്മൾ ഒരു സ്ഥലം കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറൊന്നും ടെൻഷൻ ആലോചിക്കാതെ നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുക, ആ സ്ഥലം എൻജോയ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്തത് എക്സ്പെൻസിൻ്റെ ആണ്. അപ്പോൾ എക്സ്പെൻസ് ഒക്കെ രമേശേട്ടൻ അതാ കറക്റ്റായിട്ട് എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ നിന്നും ഞാൻ മെല്ലെ സ്കൂട്ടാവാം. കാരണം ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. കറക്റ്റ് ഒരു എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് കറക്റ്റാണ്. അത് കാരണം കുറേ പേര് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എത്രയായി, എന്തൊക്കെയാണ് അവിടുത്തെ എന്നൊക്കെ ഉള്ളത് കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അപ്പം ഞാൻ ആ നേരം കൊണ്ട് എൻ്റെ കുറേ പണികളുണ്ട്, അത് ചെയ്യാമെന്ന് വിചാരിച്ചു. രമേശേട്ടനെ ഇവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ സ്വപ്പ് ഇവിടെ സ്ഥലം കാലിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലത്താവും ഇനി ഞാൻ ഇങ്ങനെ ഒരു ബോർഡ് ഇടുണ്ടാവും. അതിൽ നമ്മളെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പറയും. ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ ഇടയ്ക്ക് പറയുന്നത്. കാരണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു പോയിന്റ് മിസ്സാവരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ഈ ഒരു എക്സ്പെൻസ് കേൾക്കുന്നതിന് മുന്നേ ഒന്നുകിൽ ആ വീഡിയോ 8 എപ്പിസോഡും കാണണം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നിങ്ങൾ ഉറപ്പായിട്ടും അത് കാണണം. അപ്പോഴാണ് ഇതിനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. കാരണം ഞാൻ പോയ സ്ഥലങ്ങളെ പറ്റിയിട്ടും അവിടുത്തെ എക്സ്പെൻസുകളാണ്, നമ്മൾ ആ വഴിയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് ആ വീഡിയോസ് കാണുമ്പോഴാണ് അത് ശരിക്കും മനസ്സിലാവുന്നു. പിന്നെ ഏതൊക്കെ സീസണിൽ പോവാം എന്നുള്ളത് ഓൾറെഡി നമ്മളെ ഫസ്റ്റ് വീഡിയോയിലും സെക്കൻഡ് വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏതൊക്കെ സീസണിൽ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതും അതിൽ കവേർഡാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായത്, എങ്ങനെയാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്, നിങ്ങൾ എങ്ങനെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടത് കശ്മീരിലേക്ക് പോകാൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ
നമുക്ക് 2 ടൈപ്പ് നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ഒന്ന് നമുക്ക് ഒരു ഓൺ അറേഞ്ച്മെൻറ്റ്, അതായത് നമ്മൾ വേറെ ആരുടെയും സഹായമില്ല, നമ്മൾ ഹോട്ടലൊക്കെ നമ്മൾ തന്നെ ഓൺലൈൻ സെർച്ച് ചെയ്ത് ബുക്ക് ചെയ്യുന്നു. ഒരുപാട് വെബ്സൈറ്റുകളുണ്ടല്ലേ, നമ്മൾ ബുക്ക് ചെയ്യുന്നു, നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള പൈസ നോക്കി ഹോട്ടൽ ബുക്ക് ചെയ്യുന്നു, നമ്മൾ തന്നെ എല്ലാം അവിടെ അറേഞ്ച് ചെയ്യുന്നു, നമ്മൾ നേരിട്ട് പോകുന്നു. പിന്നെ അവിടെ പോയതിന് ശേഷം നമ്മൾ ഓരോ ടാക്സി വിളിച്ച് അങ്ങനെ പോവുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുക, അത് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ളത് ഒരു ട്രാവൽ ഏജൻറ്റോ അങ്ങനെ ഒരു ബുക്കിംഗ് ആയിട്ട് ചെയ്തിട്ട് ഞങ്ങൾ പോയ പോലെ, ഞങ്ങൾ പോയത് ഇപ്പോൾ സൺവേ കാശ്മീർ എന്നുള്ള നമ്മൾ 8 എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, അവർ ത്രൂവാണ് നമ്മൾ പോയത്. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ, ചോദിക്കാനൊക്കെ ഒരു ഡീറ്റെയിൽസ്. അപ്പോൾ അവർ ത്രൂവാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോയിട്ടുള്ള ഒരു ആ 8 എപ്പിസോഡിൽ നമ്മൾ എവിടേക്കാണ് പോയിട്ടുള്ളത്, എങ്ങനത്തെ ടൈപ്പ് ഹോട്ടലുകളിലാണല്ലോ നമ്മൾ താമസിച്ചിട്ടുള്ളത്, അതിനനുസരിച്ച് 2 പേര് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താവും എക്സ്പെൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ എക്സ്പെൻസ് പറയുന്നത്. 2 പേര് കേട്ടോ, ഞങ്ങൾ 3 പേരായിരുന്നു, മിത്തു ഒരു അഡീഷണൽ ആയിരുന്നു. അപ്പോൾ അതില്ല, 2 പേര് പോവുകയാണെന്ന് വെച്ചാൽ എന്താണ് എക്സ്പെൻസ് വരിക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ എക്സ്പെൻസുകൾ നമ്മളിവിടെ ഇങ്ങനെ എഴുതിയിട്ട് കാണിക്കുക, ലാസ്റ്റ് നമുക്ക് മനസ്സിലാവും ഒരാൾക്ക് എത്ര ഓൾമോസ്റ്റ് വരും എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ എക്സ്പെൻസ് എന്നുള്ളത് സ്റ്റാർട്ടിങ് നമ്മളെ ട്രാവലിംഗ് ആണ് അല്ലേ, നമ്മളെ ഫ്ലൈറ്റ് എക്സ്പെൻസ്. അതാണ് കാരണം ശ്രീനഗർക്ക് ഏറ്റവും ഈസി ആയിട്ടും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഫ്ലൈറ്റ് വഴി പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലൈറ്റിലുള്ള എക്സ്പെൻസ് എന്നുള്ളത് അതൊരു വലിയ എക്സ്പെൻസാണ്. നമ്മളെ ഈ ട്രിപ്പിലെ ഏറ്റവും വലിയൊരു എക്സ്പെൻസ് വരുന്നത് അതാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഇന്നത്തെ ഇപ്പോൾ ഒരു റേറ്റ് നോക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് പെട്ടെന്ന് പറയാൻ പറ്റില്ല ഏത് ദിവസം എന്താ പറയുക എത്രയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന്. ഓരോ ദിവസവും സീസൺ അനുസരിച്ചും, അല്ലെങ്കിൽ ഇപ്പോൾ നാളേക്കാണോ അല്ലെങ്കിൽ ഈ ആഴ്ച ബുക്ക് ചെയ്യാന്ന് വെച്ചാൽ ടിക്കറ്റിൻ്റെ പ്രൈസ് വ്യത്യാസം ഉണ്ടാകും. കുറച്ച് മുന്നേ ബുക്ക് ചെയ്യാന്ന് വെച്ചാൽ ടിക്കറ്റ് കുറച്ച് വിലക്കുറവിൽ കിട്ടും. അപ്പോൾ ഞാൻ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് പോകുന്നവരാണ്, മുംബൈയിൽ നിന്നല്ല കൊച്ചിയിൽ നിന്ന്. അപ്പോൾ ഞാൻ കൊച്ചി ടു ശ്രീനഗർ നോക്കുമ്പോൾ ഒരു 11,000 12,000 റേഞ്ചിലാണ് ഇപ്പോൾ കാണുന്നത് ടിക്കറ്റ്. ഞാൻ അങ്ങനെ ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നോക്കുന്നതായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഒരു 10,000 എന്നുള്ള ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ടിൽ നമുക്ക് പിടിക്കാം ഒരു സൈഡിലേക്ക്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ 20,000, 2 പേർക്കാകുമ്പോൾ 40,000. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇപ്പോൾ നമുക്ക് പിടിച്ചിട്ട് പോവാം. കാരണം അത് അക്യുറേറ്റ് ആയിട്ട് നമുക്കറിയില്ല, ഓരോ സീസണും നിങ്ങൾ ഏത് ഡേറ്റിനാണോ പോകേണ്ടത് അതിനനുസരിച്ചും അത് മാറും. ഞാനൊരു അപ്രോക്സിമേറ്റ് നമ്മളൊരു ട്രിപ്പിലേക്ക് നമുക്ക് എത്തണ്ടേ, അപ്പോൾ ഒരു ബഡ്ജറ്റിലേക്ക് എത്തണ്ടേ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ പോകുന്നത്. അപ്പോൾ ഒരു 40,000 2 പേർക്ക് എന്നുള്ള രീതിയിൽ ശ്രീനഗർ അപ്പ് ആൻഡ് ഡൗൺ നാട്ടിൽ നിന്ന് കൊച്ചി എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. മുംബൈയിൽ നിന്ന് കുറച്ചുകൂടി കുറവാട്ടോ, മുംബൈയിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രയില്ല, മുംബൈയിൽ ഇതിലും കുറവാണ് ടിക്കറ്റ് ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ പറ്റിച്ചാൽ നമ്മൾ പ്ലാനൊക്കെ കുറച്ച് മുന്നേ ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടി കോസ്റ്റ് കുറവായിട്ട് കിട്ടും. പിന്നെ ഈ ഹോളിഡേയ്സുള്ള ആ ദിവസമൊക്കെ മാറ്റി വീക്ക് ഡേയ്സിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി കുറവിൽ നമുക്ക് കിട്ടുമല്ലോ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റൊക്കെ. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു അപ്രോക്സിമേറ്റ് എമൗണ്ട് 35,000 to 40,000 എന്നുള്ള രീതിയിലാണ് നമ്മൾ വരുന്നത് 2 പേർക്ക്. ഇനി അടുത്ത ചിലവ് എന്താ വെച്ചാൽ ഹോട്ടൽ കോസ്റ്റ്. ഹോട്ടൽ നമ്മളവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് കോസ്റ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്തായി അവിടെ കോസ്റ്റ്, നമുക്ക് എത്ര രൂപയായി നമുക്ക് അവിടെ കോസ്റ്റ് എന്നുള്ളത്, അതാണ് അടുത്തത് വരുന്നത്. അപ്പോൾ നമുക്ക് കോസ്റ്റ് അവിടെ വന്നിട്ടുള്ളത് നമ്മൾ 3 ഹോട്ടലുകളായിട്ടാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ശ്രീനഗറിലെ ഹോട്ടൽ, അത് ഡൗൺ ടൗൺ എന്നുള്ള ഹോട്ടൽ, പെഹൽഗാമിൽ ഈഡൻ എന്നുള്ള ഹോട്ടൽ, പിന്നെ നമ്മളൊരു ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്ത്. ശ്രീനഗർ ഹോട്ടലും പെഹൽഗാം ഹോട്ടലൊക്കെ അവർ പറയുന്നത് ഒരു 4 സ്റ്റാർ ലോക്കൽ, ഇത് ചെയിൻ ഹോട്ടലല്ല. ചെയിൻ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ അതുപോലെ റാഡിസൺ, ഹിൽട്ടൺ ഇങ്ങനെയുള്ള ഗ്രൂപ്പിൻ്റെ ഹോട്ടലാണ് ഈ ചെയിൻ ഹോട്ടൽ. അതിനപ്പോൾ ഇതേ റേഞ്ച് ആണെങ്കിൽ കൂടി 4 സ്റ്റാർ ബേസിക് ആണെങ്കിൽ കൂടി പൈസ കൂടും. ചെയിൻ ഹോട്ടലിൽ അവർ നെറ്റ്വർക്ക് ഉള്ളതല്ല, അപ്പോൾ ആ പേരുള്ള കാരണം. പക്ഷേ ഇത് ലോക്കൽ അതേ കാറ്റഗറി തന്നെയാണ്, പക്ഷേ ഒരു ഹോട്ടൽ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ റേഞ്ച് വ്യത്യാസമാവും. അപ്പോൾ എന്താണ് ഇതിന് റേറ്റ് വരുന്നത് വെച്ചാൽ ശ്രീനഗറിൽ നമ്മൾ താമസിച്ചിരുന്ന ഡൗൺ ടൗൺ ഹോട്ടൽ നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഓരോ വീഡിയോയിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ഏതാ ഹോട്ടൽ എന്നുള്ളത്. അതിന് വരുന്ന ചാർജ് എന്നുള്ളത് 8,500 2 പേർക്ക് 8,500 ആണ് ഒരു ദിവസത്തേക്കുള്ള റേറ്റ് വരുന്നത് കേട്ടോ. അതിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, 8,500 രൂപ. ഞാൻ ഡീറ്റെയിൽഡ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കുറച്ച് എടുത്തപ്പോൾ എന്താ വെച്ചാൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്, 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബെഡില്ല, ഓൺലി ഭക്ഷണം ഫ്രീ ആണ്. പിന്നെ എബോവ് 7 years ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡ് 2,500 രൂപ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ചാർജുകൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ റേറ്റും സംഭവങ്ങളും പിന്നെ ഇതൊക്കെ അല്ലേ ഓരോ സീസൺ അനുസരിച്ചും മാറും കേട്ടോ. സീസൺ അനുസരിച്ചും അവിടുത്തെ അവൈലബിലിറ്റി അനുസരിച്ചും എല്ലാം മാറുന്നതാണ്. ഞാനൊരു അപ്രോക്സിമേറ്റ് റേറ്റാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെബ്സൈറ്റിലും കിട്ടും, ഹോട്ടലിൽ അന്വേഷിച്ചാലും കിട്ടും ഈ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ്. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 1,500 രൂപ മുതൽ പെർ ഡേ
30,000 രൂപ വരെ താജ് ഹോട്ടൽ, ലളിത് ഹോട്ടൽ ഇതൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ 1,500 രൂപ പെർ ഡേ മുതൽ 30,000 രൂപ റേഞ്ചിൽ ശ്രീനഗറിൽ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് അറിയണം. അപ്പോൾ ഫ്ലൈറ്റിൽ നമുക്ക് ബഡ്ജറ്റ് നോക്കാൻ ഒരു നിവൃത്തിയില്ല. നമുക്ക് വേണമെങ്കിൽ 2-3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ഫ്ലൈറ്റിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ നിവൃത്തിയില്ല. പക്ഷേ ഹോട്ടൽസ് അത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ശ്രീനഗറിൽ. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഹോട്ടൽ നമുക്ക് തിരഞ്ഞെടുക്കാം അവിടെ ശ്രീനഗറിൽ. അതിപ്പോൾ നമ്മളൊരു ട്രാവൽ ഏജൻറ്റ് വെച്ചാൽ അവരോട് നമുക്ക് ബഡ്ജറ്റ് പറയാം. ഞങ്ങളുടെ അടുത്ത് 6 ദിവസം അല്ലെങ്കിൽ 5 ദിവസം മിനിമം ഒരു എന്താ പറയുക, നമ്മൾ പോയ പോലെ ഒരു 5 nights 6 days എങ്കിലും വേണം കേട്ടോ അവിടെ താമസിക്കുകയെന്ന് വെച്ചാൽ. എന്നാലും നമുക്ക് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ, അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അവരോട് പറയാം ഞങ്ങളുടെ അടുത്ത് ഇത്രയാണുള്ളത്, ഞങ്ങളുടെ ബഡ്ജറ്റ്, ഹോട്ടലിൻ്റെ ബഡ്ജറ്റ് ഇത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഹോട്ടൽ അവർ തരും. അപ്പോൾ അതിലെന്തൊക്കെയാണോ റിക്വയർമെൻറ്റ് ഉണ്ടാവും, ഫുഡിൽ വ്യത്യാസം ഉണ്ടാവും, പിന്നെ അവിടുത്തെ എന്താ പറയുക റൂമിൻ്റെ വലുപ്പത്തിലും റൂമിലുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെയും റൂമിലുള്ള സൗകര്യങ്ങളുടെ ഫെസിലിറ്റീസും സംഭവങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ റൂമിലധികം സ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല ടൈം. കാരണം നമ്മൾ രാവിലെ ഇറങ്ങുന്നു, രാത്രി വരുന്നു കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം. അപ്പോൾ ഈ വിൻ്റർ ടൈമിലൊക്കെ വെച്ചാൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹീറ്റർ ഉണ്ടോ എന്നുള്ള ഓപ്ഷൻസ് അങ്ങനെയൊക്കെ നോക്കണം. ബാക്കിയുള്ള ടൈമിൽ അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നല്ല ഫുഡുള്ള ഹോട്ടലാണോ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ആവറേജ് ഹോട്ടലിൽ നമുക്ക് നന്നായിട്ട് പോകും. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ള സമയം കൂടെ നമ്മൾ പുറത്താണ്, അപ്പോൾ അധികം പൈസ ചിലവാക്കേണ്ട. പക്ഷേ ഞങ്ങൾ താമസിച്ച ഈ ഹോട്ടലിൻ്റെ റേറ്റാണ് പറയുന്നത്. ഒരു ദിവസം 8,500 രൂപയുടെ ശ്രീനഗറിലുള്ളത്. ഈഡൻ എന്നുള്ള ഹോട്ടൽ പെഹൽഗാമിൽ, അവിടെ നമ്മൾ ഒരു ദിവസമാണ് താമസിച്ചത്. അപ്പോൾ ആ ഹോട്ടലിന് വരുന്നത് 8,000 ആണ് വരുന്നത് 2 പേർക്ക്. ഈഡൻ ഹോട്ടലിൽ പെഹൽഗാമിൽ വരുന്നത് 8,000 ആണ് വരുന്നത്. അപ്പോൾ 3 ദിവസം ഞാൻ ശ്രീനഗറിൽ 8,500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25,000 എന്നുള്ള റേഞ്ചിൽ വരുന്നത്. പെഹൽഗാമിൽ ഒരു ദിവസം 8,000. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്ത് ഹൗസ് ബോട്ടിൽ ഒരു ദിവസം. അപ്പോൾ നമ്മൾ താമസിച്ച ഹൗസ് ബോട്ട് കാറ്റഗറി എന്ന് പറയുന്നത് 5,000, 5,500 ആ ഒരു കാറ്റഗറിയിലുള്ള ഹൗസ് ബോട്ടാണ്. അവിടെ ഹൗസ് ബോട്ട് 1,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഭക്ഷണമൊന്നും ഇല്ലാതെയുള്ള ടൈപ്പുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അവിടെ ഇങ്ങനത്തെ ഹൗസ് ബോട്ടിൽ നമ്മളെ ബഡ്ജറ്റ് എല്ലാം ബഡ്ജറ്റിലാണ് നമ്മളത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഹോട്ടൽ നമ്മളിപ്പോൾ ഈ 5 ദിവസം നമ്മൾ 3 ദിവസം ശ്രീനഗറിലെ ഹോട്ടലും ഒരു ദിവസം പെഹൽഗാമിൽ ഒരു ദിവസം ഹൗസ് ബോട്ടിൽ നമ്മൾ പോയിട്ടുള്ള വ്ളോഗ് ഇതാണ് വെച്ചോ. ചിലരൊക്കെ ചില സ്ഥലങ്ങളിൽ 2 ദിവസം കൂടുതൽ നിൽക്കുന്നുണ്ടാവും, അപ്പോൾ നമുക്കത് അറിയില്ല. നമ്മൾ പോയുള്ള വ്ളോഗ് പ്രകാരമാണ് വെച്ചാൽ നമുക്കിവിടെ വരുന്നത് 2 പേർക്ക് 38,500 എന്നുള്ളൊരു റേറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു 38,000 ആ റേറ്റിൽ നമ്മൾ പോയിട്ടുള്ള ക്വാളിറ്റി ഉള്ള അതേ സ്റ്റാൻഡ് നല്ല ഹോട്ടൽസ് ആയിരുന്നു കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഒരു കുറ്റം പറയാൻ പറ്റില്ല, കാരണം 4 സ്റ്റാർ ബേസിക് എന്നുള്ള രീതിയിലുള്ള അവിടുത്തെ ഹോട്ടലുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു. നമ്മൾ കാണിച്ചിട്ടുള്ള ഡൗൺ ടൗൺ ആയാലും ഈഡൻ ആയാലും എല്ലാം നല്ല ഫുഡുള്ള ഹോട്ടലുകളായിരുന്നു. ഹൗസ് ബോട്ടിലെ ഫുഡ് നമ്മൾ താമസിച്ച ഹൗസ് ബോട്ടിൽ വളരെ നോർമലായിരുന്നു. നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹോംലി ഫുഡ് എന്നുള്ള പോലെ അവിടുത്തെ കെയർടേക്കർ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫുഡായിരുന്നു. 18,000 വരെ പെർ നൈറ്റിലുള്ള ITCയുടെ ഹൗസ് ബോട്ട് അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഭയങ്കര ഫെസിലിറ്റി ഒക്കെ ഉള്ളത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെയൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ നമ്മളെ ഈ റേറ്റും കൂടിയും പിടിച്ചിട്ട് ഇപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് ഒരു 38,500 എന്നുള്ള രീതിയിൽ ഒരു ഹോട്ടൽസിൻ്റെ നമ്മൾ പോയിട്ടുള്ള വ്ളോഗിൽ കാണുന്ന രീതിയിലുള്ളതൊക്കെയാണെന്ന് വെച്ചാൽ 2 പേർക്ക് അങ്ങനെ ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് കോസ്റ്റും ഹോട്ടൽ കോസ്റ്റും നമ്മളെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ള എക്സ്പെൻസ് നമ്മൾ വിചാരിക്കും ഫ്ലൈറ്റും അതുപോലെ തന്നെ ഹോട്ടൽ സ്റ്റേ കഴിഞ്ഞു എന്നുള്ളത്. നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കശ്മീരിലെ സൈറ്റ് സീയിങ്ങിന് നല്ല കോസ്റ്റാണ്. അപ്പോൾ അത് ശരിക്കും നമുക്കൊരു അവയർനെസ് ആവശ്യമാണ്. അത് കാരണം നമ്മൾ ഇത്ര പാക്കേജ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല, നമ്മളവിടെ ഒന്നും കാണില്ല. അത് അവിടുത്തെ ലോക്കൽസ് ലാംഗ്വേജിലുള്ള ഒരു സംഭവം കൂടി അവർ ഫണ്ണായിട്ട് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ണായിട്ട് തന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. അവർ പറയുന്നത് എന്താ വെച്ചാൽ, മക്കളെ ഇത് കശ്മീരല്ല, ഇത് കാശ്മീരാണ്. അതായത് KASH അല്ല CASH ആണ്, ക്യാഷ്. അപ്പോൾ അവർ പറയാം ഇത് കശ്മീരല്ല, ഇത് കാശ്മീരാണ്, ക്യാഷായിട്ട് വരണം ഇങ്ങോട്ട് എന്നുള്ളത്. ശരിയാണ്. സൈറ്റ് സീയിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ട്. നല്ല കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ അതിലേക്ക് ഞങ്ങൾ പറയുമായിരുന്നു പല സ്ഥലങ്ങളിലും നമ്മൾ ദുബായിൽ പോയപ്പോൾ ബുർജ് ഖലീഫയുടെ മുകളിൽ കയറാനുള്ള ടിക്കറ്റിനേക്കാളും കൂടുതലായിരുന്നു ഇവിടെ പല സ്ഥലങ്ങളിലും നമ്മൾ ഹോഴ്സ് റൈഡിങ് കുതിരപ്പുറത്ത് പോകാനും അതൊക്കെയുള്ള സംഭവങ്ങൾ. സിംഗപ്പൂർ നമ്മൾ പോയ സമയത്ത് അവിടുത്തെ യൂണിവേഴ്സൽ സ്റ്റുഡിയോന് ഒരാളുടെ ടിക്കറ്റിനേക്കാളും കൂടുതലായിരുന്നു ഇവിടെ പല സ്ഥലങ്ങളിലും നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോകുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും കോസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ അടുത്ത് വേറെ ഓപ്ഷനും ഇല്ല. നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി കൊണ്ട് നമുക്ക് ആ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റില്ല, അത് റെസ്ട്രിക്റ്റഡ് ആണ്. അവിടെ അവരുടെ ലോക്കൽസ് ആ ഒരു കമ്മ്യൂണിറ്റി അവരുടെ കുതിരകൾ അല്ലെങ്കിൽ അവരുടെ ടാക്സി ആയിട്ട് പോകുന്ന സംഭവമാണുള്ളത്. അപ്പം നമുക്കത് ഓപ്റ്റ് ചെയ്തേ പറ്റൂ. നെഗോഷിയേറ്റ് ചെയ്യാം,
ഞാൻ പറയാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. പക്ഷേ അതിനും ഓപ്ഷൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലായിടത്തും ഒരു ടോക്കൺ സിസ്റ്റമാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരെയും അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. ഓരോ ടൂറിസ്റ്റിനനുസരിച്ചും അവരുടെ ഇപ്പോൾ ഒരു 50 പേര് കുതിരകളായിട്ട് അല്ലെങ്കിൽ ടാക്സി ആയിട്ട് നിൽക്കുന്നുണ്ട് വെച്ചാൽ അവർ രാവിലെ മുതൽ അവർക്ക് ഇങ്ങനെ ടോക്കൺ സിസ്റ്റമാണ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ആൾ പോയി, സെക്കൻഡ് ആൾ പോയി, തേർഡ് ആൾ പോയി, നമ്മളെ ടാക്സി നമ്മളവിടേക്ക് ആ സ്ഥലത്തേക്ക് സ്റ്റാൻഡിലേക്ക് എൻട്രി ചെയ്യുന്നതോട് കൂടിയിട്ട് അടുത്ത ടോക്കണിലാണ് നമ്മളെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് അയാളുടെ അടുത്ത് നിന്നിട്ട് 1 hour നിന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനൊന്നും സമയമില്ല. അടുത്ത ടൂറിസ്റ്റ് വരുമ്പോഴും ഇയാൾക്ക് തന്നെയാണ് അത് വേണ്ടി വരിക. അപ്പോൾ അവരുടെ റേറ്റ് പറയും 5000 ഓക്കെയാണോ പറയും. അപ്പോൾ നമ്മൾ പറയും 5000 കൂടുതലാണ്, 1000 വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേണ്ട പറഞ്ഞാൽ അവർ ചിലപ്പോൾ അടുത്ത ആളെ നമ്മളെ സമയമാണ് പോകുന്നത്. പിന്നെ ഇതൊക്കെ കുറേ ദൂരം ഒരു ഫുൾ ഡേ ട്രിപ്പാണ് ആ കുതിരപ്പുറത്തൊക്കെ പോയി വരാനുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂർ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കുമ്പോൾ നമ്മൾ തിരിച്ചു വരാനുള്ള സമയവും അവിടെ മുകളിൽ പോയിട്ട് കാണേണ്ട സ്ഥലങ്ങളിൽ സ്പെൻഡ് ചെയ്യേണ്ട ടൈമാണ് നമ്മൾ ഇവിടെ നിന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് നമ്മൾ കളയാം. അപ്പോൾ അതുകൊണ്ട് അവരത് പ്രത്യേകം പറഞ്ഞിരുന്നു, ഇവിടെ നെഗോഷിയേറ്റ് ചെയ്യാൻ അധികം ടൈം എടുക്കരുത്, നമ്മുടെ ഒരു റേറ്റ് പറയാം, പറ്റാവുന്ന രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. പിന്നെ സീസൺ അനുസരിച്ച് ഭയങ്കര ക്രൗഡൊക്കെ ഉള്ള സമയം വെച്ച് ചിലപ്പോൾ നമ്മളെ അവർ എൻ്റർടൈൻ ചെയ്യിച്ചു എന്നതിന് വരില്ല ഇത്ര നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ക്രൗഡ് അധികമൊന്നും ഇല്ലാത്ത സമയമാണ്, സീസണൊന്നും അല്ല, ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ ഓക്കെ ആ സമയത്ത് അവർക്കത് കിട്ടിയേ പറ്റൂ, മൂവ് ചെയ്യേണ്ട അടുത്ത ടോക്കൺ വരെ നമ്മളവർ പ്രോത്സാഹിപ്പിച്ചു എന്ന് വരും. അപ്പോൾ അത് നെഗോഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക്, പക്ഷേ എത്രമാത്രം നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആ സമയം, ആ സീസൺ, ആ സാഹചര്യം, പെർ ഡേ ഓരോ ദിവസത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. സൈറ്റ് സീയിങ്ങിന് പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ അടുത്ത് ഒന്നുകിൽ ക്യാഷ് ആയിട്ട് കയ്യിൽ വേണം, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യാനുള്ള ഓപ്ഷൻ വേണം. കാരണം ATM ഒക്കെ ഒന്നൊക്കെയാണ് അവിടെയൊക്കെ 1-2 ചിലപ്പോൾ കിട്ടുന്നുള്ളൂ. ഞങ്ങൾ പോയ സമയത്ത് 1-2 വർക്ക് ചെയ്യണമുണ്ടായിരുന്നില്ല ATM. അപ്പോൾ ഗൂഗിൾ പേ ചെയ്യാവുന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ അതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ക്യാഷൊക്കെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് നമുക്ക് പോകാവുന്നതാണ് അവരുടെ അടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ പോയ സ്ഥലങ്ങളിലൂടെയാണ് ഞാൻ ഈ സൈറ്റ് സീയിങ്ങിൻ്റെ എക്സ്പെൻസ് ആയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഡേ നമ്മൾ ചെന്ന് തന്നെ ഗാർഡനിലേക്ക് പോയി. ചെറിയ ടിക്കറ്റാണ് ഗാർഡൻ, അവിടെ പോകാൻ അന്നത്തെ ദിവസം കോസ്റ്റൊന്നും നമുക്ക് അത്ര അധികം ഉണ്ടായിട്ടില്ല. ടോൾ അവിടെ പിറ്റേ ദിവസമൊക്കെ നമ്മൾ പോകുന്ന ദൂര സ്ഥലങ്ങളിലേക്ക് 80-90 കിലോമീറ്റർ ദൂരെ പോയിട്ടാണല്ലോ. പെഹൽഗാം, സോൺമാർഗ്, അതൊക്കെ ഓരോ ദിവസങ്ങളിൽ നമ്മൾ പോയിട്ടുള്ളൂ, ഗുൽമാർഗ്. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള ടോളൊക്കെ നമുക്ക് പേ ചെയ്യണം. നമ്മളിപ്പോൾ ആരെങ്കിലും പാക്കേജ് എടുക്കുകയാണെങ്കിൽ അവരത് നമ്മൾ റീഡ് ചെയ്യണം, ഈ ടോളൊക്കെ ആര് കൊടുക്കും എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ എക്സ്പെൻസാണ്. ആദ്യത്തെ ദിവസം നമ്മൾ പെഹൽഗാമിലെ പറയാം. പെഹൽഗാം എന്നുള്ള സ്ഥലത്ത് നമ്മളെ എന്താ പറയുക, നമ്മുടെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെഹൽഗാം വ്ളോഗ് ഉണ്ട്. അതിൽ ആദ്യത്തെ ദിവസം നമ്മൾ പോയത് കുതിരപ്പുറത്തും, രണ്ടാമത്തെ ദിവസം ടാക്സിയിലായിരുന്നു. ഈ 2 ദിവസവും നമ്മൾ പോയ വണ്ടി അവിടെ ഒരു പെഹൽഗാം ആ ടൗൺ വരെ പോകാൻ പറ്റുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ അവിടെയുള്ള ആളുകളുടെ ഓപ്ഷൻ അത് എടുക്കണം. അപ്പം ആദ്യത്തെ ദിവസത്തെ കുതിരയുടെ നമ്മൾ ആ റേറ്റ് ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഓരോ സൈറ്റ് എന്താ പറയുക, ഓരോ പോയിന്റിൽ പോയിട്ട് നമ്മളെ കാണിക്കുക എന്നുള്ളതാണ്. അവിടെ എഴുതിയിട്ടുണ്ട് ബോർഡ്, ഞാൻ ആ ബോർഡ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതിൽ നമ്മൾക്കിങ്ങനെ ഓരോ പോയിന്റിക്കുള്ള എമൗണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു കുതിരയ്ക്കുള്ള റേറ്റാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 1600, 1500, 2000 എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു ലേക്ക് അവിടെ ഒരു സംഭവമുണ്ട്, അത് ഒരു ദിവസത്തെ മൊത്തം ജേർണിയാണ്. അപ്പോൾ അത് പക്ഷെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളവിടെ ഒരു ദിവസമേ നമ്മൾ ഈ സൈറ്റ് സീയിങ്ങിന് പോകുള്ളൂ കുതിരപ്പുറത്ത്. രണ്ടാമത്തെ ദിവസം കുതിരപ്പുറത്ത് ലേക്കിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലേക്ക് ആ സംഭവം എന്നുള്ളത് ഒരു കുതിരയ്ക്ക് അവിടെ അവർ എഴുതിയിരുന്ന 5000, 5500 അങ്ങനെ എന്തോ റേറ്റാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ പോയിന്റിനും കൂടിയിട്ട് അവർ ഒരു അപ്രോക്സിമേറ്റ് 6000, 5000, 6000 ആ റേഞ്ചിലുള്ളൊരു ടോട്ടലാണ് അവിടെ കാണാനുള്ളത്. പിന്നെ അതിൽ ഒരു കുതിരയ്ക്കുള്ള റേറ്റാണ് ഇപ്പോൾ ഈ പറയുന്നത് 5000, 6000 എന്നുള്ളത് അവിടെ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. അതിൽ 2 പോയിൻ്റൊക്കെ പോകുകയെന്ന് വെച്ചാൽ ഫിക്സ് റേറ്റാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു 4-5 പോയിൻ്റൊക്കെ നമ്മൾ ഒന്നിച്ചെടുത്തിട്ടുള്ള അതിൽ മുഴുവൻ കാണുന്ന പോയിന്റ് നമുക്ക് കവർ ചെയ്യണമെന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് കുതിരയുടെ അവിടെയുള്ള റേറ്റ് എന്നുള്ളത്. പിന്നെ അവിടെ ഫോട്ടോഗ്രാഫർ ഉണ്ടാവും, നമ്മുടെ പിന്നാലെ വരും ഫോട്ടോഗ്രാഫർ. അയാൾ ഫോട്ടോ എടുത്ത് തരാം. ഒരു ഫോട്ടോന് 50 രൂപ, ഒരു ഫോട്ടോന് 80 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു 10 എടുത്ത് തരാം, എന്താ പറയുക 1000 രൂപ എന്നാൽ മതി, 800 രൂപ എന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഒരിക്കലും എവിടെയും ഒരു ഫോട്ടോഗ്രാഫറി ഞാൻ ആശ്രയിച്ചിട്ടില്ല. ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള എല്ലാ ക്ലിപ്സും വീഡിയോസും ഞാൻ തന്നെ എടുത്തതാണ്. അപ്പോൾ ആ കോസ്റ്റ് നമ്മൾ സേവ് ചെയ്തത്, നമുക്കുള്ള സ്കില്ല് നമുക്ക് യൂസ് ചെയ്തൂടെ. അപ്പോൾ ഞാൻ ആരുടെ അടുത്തുനിന്നും ഞാൻ അത് യൂസ് ചെയ്തില്ല. അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഇപ്പോൾ നമുക്ക് കുതിരപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, നമ്മൾ പോകുന്ന വഴിക്ക് എടുക്കാം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോഗ്രാഫറെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ആ കുതിരക്കാരനോടൊക്കെ നമ്മൾ ക്യാമറ കൊടുത്തിട്ട് ഇടയ്ക്കൊക്കെയുള്ള ഫോട്ടോസൊക്കെ അയാളാണ് നമുക്ക് എടുത്തു തന്നത്. അത് അയാളായിട്ട് നമ്മളൊന്ന് നല്ല കമ്പനിയായാൽ മതി, ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ തന്നെ എടുത്തു തരും ചെയ്യും. പക്ഷേ പ്രൊഫഷണൽ ഫോട്ടോസൊക്കെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫോട്ടോഗ്രാഫർ നമ്മൾ കൊണ്ടാകും. പക്ഷേ അവർ ചാർജും നല്ല ചാർജാണ് അവർ ഈട് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫസ്റ്റ് ദിവസത്തെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ദിവസം നമ്മൾ പോയത് ടാക്സിയിലായിരുന്നു. അപ്പോൾ ആ ടാക്സിയിലെ ചാർജ് എന്ന് പറയുന്നത് അവിടെ ഇറ്റിയോസിൻ്റെ നമ്മൾ 2 പോയിന്റ് പോകാൻ നമ്മളൊരു 1600 രൂപ എന്നുള്ള ചാർജിലാണ് നമ്മൾ പോയത്. അവിടെ ഓരോരോ പോയിന്റിനും ഓരോരോ റേറ്റാണ്. അപ്പോൾ ഈ 2 പോയിന്റ് ആയിരുന്നു, ഒരു ഓറ വാലി അതുപോലെ തന്നെ ബേത്ത വാലി, ഇത് രണ്ടുമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അത് 1600 രൂപ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ടാക്സിക്ക് നമ്മളവിടെ കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ദിവസം നമ്മൾ പോകാൻ ഉണ്ടായിട്ടുള്ളത്. ഈ ഹോഴ്സ് റൈഡ് എന്നുള്ളത് ആദ്യത്തെ ദിവസത്തെ ഒരു ഫുൾ ഡേ പരിപാടിയാണ്. ഈ കാറിൽ പോകുന്നുള്ളത് 2-3 മണിക്കൂറിനുള്ളിൽ നമുക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാവുന്ന സംഭവമാണുള്ളത് പെഹൽഗാമിൽ. അങ്ങനെ പെഹൽഗാമിൽ കഴിഞ്ഞു. ഇനി അടുത്തത് സോൺമാർഗ്. നമ്മൾ അടുത്ത ദിവസം പോയി അവിടെയും സോൺമാർഗിൽ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുതിരപ്പുറത്ത് തന്നെ പോകണം. അപ്പോൾ ആ കുതിരയ്ക്കും നമുക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അവരും അവിടെ പല റേറ്റുകളും പറയുന്നുണ്ടായിരുന്നു. 3000, 4000, 5000 എന്നുള്ള രീതിയിലൊക്കെ അവർ റേറ്റുകൾ പറയും. നമ്മൾ നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അതുപോലെ തന്നെ അടുത്തത് ഗുൽമാർഗ്. ഗുൽമാർഗിൽ എന്താ വെച്ചാൽ ഈ സ്നോഫോൾ ഇല്ലാത്ത സമയത്ത് ഗുൽമാർഗ് ടോപ്പിൽ, അതായത് നമ്മൾ ആ സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ മുകളിലെത്തിയിട്ട് നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ, അവിടെ വരെ നമ്മളെ വണ്ടി പോകും. പക്ഷേ നമ്മൾ ചെന്ന ദിവസം ഗുൽമാർഗിൽ സ്നോഫോൾ ഉണ്ടായി. നമ്മൾ ആ സ്നോഫോൾ കാണാൻ വേണ്ടി ഭയങ്കര ലക്കിയാണ് നമ്മളന്ന് നമുക്കത് കിട്ടിയത്. പക്ഷേ നമ്മൾ അതുകൊണ്ട് എന്താ വെച്ചാൽ മുകളിലേക്ക് അതോടുകൂടി റോഡ് ക്ലോസ് ചെയ്തു. അതായത് സാധാ വണ്ടികൾക്ക് പോകാൻ പറ്റില്ല. അത് വേറെ ഒന്നുമല്ല, സ്നോഫോൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് സ്ലിപ്പാവും. അപ്പോൾ സാധാ വണ്ടികൾക്ക് അത് പോകാൻ പറ്റില്ല. ഇവരുടെ അടുത്ത് ചെയിനൊക്കെ ഉള്ള ഒരു ചെയിനൊക്കെ ഇട്ടിട്ട് ഒരു ആ ടയറിൻ്റെ മുകളിൽ ഒരു ചെയിനും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് പിന്നെ വണ്ടികളൊക്കെ പോകുന്നത്. അത് അവിടുത്തെ എക്സ്പേർട്ട് ആളുകളാണ് പോകാം. അപ്പോൾ സ്നോഫോൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ വണ്ടി നമുക്കവിടെ വെക്കേണ്ടി വന്നു. നമുക്ക് അവിടുന്ന് ഒരു സ്കോർപ്പിയോ എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. തിരിച്ചു വരുമ്പോൾ വേറൊരു വണ്ടിയായിരുന്നു. അപ്പോൾ അവരതിനൊരു 2000 എന്നുള്ള രീതിയിൽ ആ വണ്ടിക്ക് അവർ ചാർജ് ചെയ്തു. അപ്പോൾ അത് നമുക്കൊരു കോസ്റ്റ് അന്ന് അവിടെ വന്നു. സ്നോഫോൾ ഉണ്ടായ കാരണം. സ്നോഫോൾ ഇല്ലാത്ത ദിവസമെന്ന് വെച്ചാൽ നമ്മളെ വണ്ടിയായിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ആ കോസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഗുൽമാർഗിൽ കേബിൾ കാറിൽ നമ്മൾ പോകേണ്ടി വന്നു. അതിൽ 1400 അതൊരു കോസ്റ്റ് ഉണ്ട്. അത് ഒരാൾക്ക് 700-750 രൂപ എന്നുള്ള 700 രൂപയൊക്കെയാണ് ആ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു 1400 അത് വരുന്നുണ്ട്. പിന്നെ ഗുൽമാർഗിൽ നമ്മളൊരു ഗൈഡിനെ എടുത്തിരുന്നു. അപ്പോൾ അത് നമുക്ക് വേണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് എന്താ വെച്ചാൽ നമ്മുടെ കേസിൽ അവിടെ സ്നോഫോൾ ഉണ്ടാകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ പലപ്പോഴും പലരും വഴിയിൽ പെടും. തിരിച്ചു വരാൻ ടൈം വ്യത്യാസം ഉണ്ടാവും. താഴെ ട്രാഫിക് പോലീസ് കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കും. വണ്ടികളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യും. നമ്മൾ കൊണ്ടുപോയ മൊബൈൽ അതും ശ്രദ്ധിക്കണം. നമ്മളടുത്ത് പ്രീപെയ്ഡ് മൊബൈലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ വർക്കാവില്ല. നമ്മളടുത്ത് പോസ്റ്റ് പെയ്ഡ് മൊബൈലാണെന്നുണ്ടെങ്കിലാണ് വർക്കാവുള്ളൂ. പ്രീപെയ്ഡ് മൊബൈൽ അവിടെ വർക്കാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ ചില റേഞ്ച് ഇപ്പോൾ അധികം സ്ഥലങ്ങളിൽ റേഞ്ച് കിട്ടാത്തൊക്കെ ആവും. അപ്പോൾ നമ്മളെ ഡ്രൈവറായിട്ട് കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അധികവും നമ്മളവിടെ ഏതെങ്കിലും ലോക്കൽസിൻ്റെ അടുത്ത് ഫോൺ മേടിച്ചിട്ട് നമ്മൾ ഡ്രൈവറെ വിളിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇൻ കേസ് അത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഈ എന്താ പറയുക ടിക്കറ്റ് എവിടെയാണ് അല്ലെങ്കിൽ ഏത് വഴിയാണ് പോകേണ്ടത്, നല്ല ഹെവി സ്നോഫോൾ ആകുമ്പോൾ അധികം ആളുകളൊന്നും റോഡിലില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് വഴിയൊക്കെ കാണിച്ച് മുകളിൽ വരെ എത്തിച്ച് എല്ലാം റെഡിയാക്കി തരാൻ ഒരു ഗൈഡിന് ആവശ്യമെന്ന് നമ്മളോട് പറഞ്ഞ കാരണം നമ്മളൊരു ഗൈഡിനെ അന്ന് എടുത്തായിരുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ് ഓത്തറൈസ്ഡ് റേറ്റാണ് അവിടുത്തെ. അങ്ങനത്തെ ഗൈഡുകളെ അവിടെ എടുക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. അയാൾക്ക് 800 റുപ്പീസാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ സൈറ്റ് സീയിങ്ങിൽ നമ്മൾ ഈ ഗൈഡ്, ഹോഴ്സ്, അതുപോലെ തന്നെ ടാക്സി, കേബിൾ കാർ ഇതൊക്കെ കൂടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയും കൂട്ടുമ്പോൾ എല്ലാ സ്ഥലത്തെയും, അതായത് പെഹൽഗാമിലെയും സോൺമാർഗിലെയും ഗുൽമാർഗിലെയും എല്ലാം നമ്മൾ കൂട്ടി വരുമ്പോൾ ഏകദേശം ഒരു 18,000 to 19,000 എന്നുള്ള രീതിയിൽ ഒരു ഫിഗർ നമുക്കിവിടെ വന്നിട്ടുണ്ട് സൈറ്റ് സീയിങ്ങിൽ. അപ്പോൾ സൈറ്റ് സീയിങ് എന്നുള്ളത് 19,000 എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഉള്ളത് തന്നെയാണ്. ഇത് പ്ലസ് ഓർ മൈനസ് ആവും കേട്ടോ, നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നതനുസരിച്ചും നമ്മളെ ദിവസത്തിനനുസരിച്ച്. അപ്പോൾ ഇതൊരു ഫിക്സ് എമൗണ്ട് അല്ല എത്രയാണെന്നുള്ളത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുക. അതൊക്കെ വർത്താണ് ഈ പൈസ. നമ്മളവിടെ പോയി കാണണം. ഇവിടെ പോയിട്ട് സൈറ്റ് സീയിങ് എത്ര പൈസ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാണാതിരിക്കരുത്. അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അവർ നമ്മളോട് നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യും, നമ്മൾ അതിനനുസരിച്ച് അവരോട് നെഗോഷിയേറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ അവരായിട്ട് നമ്മളൊരു നല്ല കമ്പനി ആവും. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്യാരക്ടർ അനുസരിച്ച് നമ്മൾ അവരോട് നല്ല ഫ്രണ്ട്ലിയൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളാണ്. പേടിക്കുക അല്ലെങ്കിൽ അവർ നമ്മളെ വഴിതെറ്റിക്കുക അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈവൻ കുട്ടീനെയൊക്കെ അടക്കം, മിത്തുവിനെയൊക്കെ അടക്കം കുതിരപ്പുറത്ത് മൊത്തം പിടിച്ചിട്ട് കറക്റ്റായിട്ട് ഒപ്പം കൊണ്ടുപോയിട്ട് കുട്ടീനെയൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം പിടിച്ച ഒരാൾ എപ്പോഴും ഉണ്ടാവും കൂടെ, ഭയങ്കര കമ്പനിയായിട്ട്. അത് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അവർ നന്നായി ഡീസൻ്റായിട്ട് നോക്കും. ഇപ്പോൾ അങ്ങനെ നമ്മുടെ സൈറ്റ് സീയിങ്ങിൻ്റെ കോസ്റ്റുകൾ കഴിഞ്ഞു. ഇനി വരുന്ന കോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ക്ലോത്ത്സ്. നമ്മൾ ഇടുന്ന ഡ്രസ്സുകളും അതിൻ്റെ റെൻറ്റ്, അതിൻ്റെ സംഭവങ്ങളൊക്കെ അങ്ങനെയുണ്ട് സംഭവം. നമ്മളിവിടുന്ന് പോണതിന് മുന്നേ നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് നടത്തിയിരുന്നു. ഫസ്റ്റ് പോണതിന് മുന്നേ പ്രിപ്പറേഷൻ വീഡിയോയിൽ നമ്മൾ ഡ്രസ്സുകളൊക്കെ നമ്മൾ മേടിച്ചു. ശരിയാണ്, ഈ വിൻ്റർ ടൈമല്ലേ, ഈ സമയത്തോടെ തണുപ്പാണ്. പക്ഷേ ഈ സമയത്ത് കുറച്ചും കൂടി എക്സ്ട്രാ പ്രിപ്പറേഷനൊക്കെ വേണം. നല്ല ജാക്കറ്റ്സ്, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള കട്ടിയുള്ള 2-3 ടൈപ്പൊക്കെ വേണം. സാധാ അറേഞ്ച്മെൻറ്റൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അത് നമ്മളിവിടുന്ന് നന്നായി അതൊരു ഷോപ്പിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഉണ്ടായിരുന്നു. അതിന് പുറമെ
നമ്മൾ ഈ ഐസ് അല്ലെങ്കിൽ സ്നോഫോൾ ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഡ്രസ്സുകൾ നമ്മുടെ സാധാ ക്ലോത്ത്സ് ഡ്രസ്സുകൾ പറ്റില്ല. ഇവരുടെ ഡ്രസ്സുകൾ തന്നെ നമുക്ക് അവിടുന്ന് റെൻറ്റിന് മേടിക്കാവും നല്ലത്. പിന്നെ സോൺമാർഗിലെ പോയപ്പോഴും തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ ആ കട്ടിയുള്ള അത് നമുക്ക് മേടിച്ച് നമുക്ക് ഫ്ലൈറ്റിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അത് അങ്ങനത്തെ ഡ്രസ്സ് നമ്മൾ ഇവിടുന്ന് മേടിച്ചു കൊണ്ടുപോകാൻ വെച്ചാൽ 2 ഡ്രസ്സിൽ തന്നെ നമ്മുടെ ലഗേജ് കംപ്ലീറ്റ് ആവും. അപ്പോൾ അത് നമുക്ക് റെൻറ്റിന് തന്നെ നമുക്ക് അവിടുന്ന് മേടിക്കാൻ ഏറ്റവും നല്ലത്. ആ വലിയ കട്ടിയുള്ള ജാക്കറ്റും അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ അത് എല്ലാ സ്ഥലത്തും നമുക്കത് ആവശ്യം ഉണ്ടായി വരും. അപ്പോൾ അതിന് ഒരു റെൻറ്റ് വരുന്നുണ്ട്. പിന്നെ സ്നോഫോളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ സാധാ വുളൻ ഗ്ലൗസൊക്കെ വെച്ചാൽ അതിലൊന്നും നമുക്ക് ഈ സ്നോ കയ്യിലെടുക്കാൻ പറ്റില്ലുണ്ട്. ഒരു ഡിഫറെൻറ്റ് ഗ്ലൗസ് തന്നെ നമുക്ക് അതിന് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കത് സ്നോയ്ക്ക് വേണ്ടിയിട്ട് ആ ഗ്ലൗസ് മേടിക്കണം. സോക്സ് നമ്മൾ സാധാ സോക്സ് അല്ല, കുറച്ചുകൂടി കട്ടിയുള്ള സോക്സൊക്കെ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തിരിക്കും തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാരണം നമ്മൾ അതൊക്കെ മേടിച്ചു. അപ്പം ഈ സോക്സ് ഗ്ലൗസ് ഇതൊക്കെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ക്യാപ്പ് അങ്ങനെയൊക്കെ മേടിക്കുകയെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാണ് ചെയ്തത് അവിടെ ചെന്നിട്ട്. പിന്നെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് പോകാനുള്ള അവരുടെ ഡ്രസ്സുകൾ ജാക്കറ്റ് വലിയ നമ്മളെല്ലാ വീഡിയോയിലും കാണുന്നില്ല, അതൊക്കെ നമ്മളവിടെ റെൻറ്റിന് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനൊരു അപ്രോക്സിമേറ്റ് എമൗണ്ട് 2 പേർക്ക് 2000 എന്നുള്ള രീതിയിൽ റെൻറ്റിന് ആയിട്ടുള്ള സംഭവങ്ങളായിട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളെ ഇഷ്ടത്തിന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇരിക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ആ സ്ലെഡ്ജ് അതുപോലെ തന്നെ സ്കീയിങ് ഇതൊന്നും ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ പോയിട്ട് ഐസിലൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരാം. പക്ഷേ ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ കോസ്റ്റും അവരതുപോലെ തന്നെ നന്നായിട്ട് റേഞ്ച് അവർ പറയും. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, നമുക്ക് നിന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ അവരത് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ അത് കുറേ നേരം ഇപ്പോൾ സോൺമാർഗിലൊക്കെ അവർ പിന്നാലെ നടന്ന് കുറേ പേര് ഇങ്ങനെ സംസാരിക്കും എത്ര കോസ്റ്റ് എന്നുള്ളത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം നമ്മൾ കുറയ്ക്കാൻ നോക്കുക. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇതും കൂടി ആലോചിക്കാം. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ വരുമാന മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവരുടെ വരുമാന മാർഗ്ഗം. ഈ കുതിരയും ഈ ടൂറിസ്റ്റും സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഞാനൊരു ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസിൽ ഞാൻ ഒരാൾക്കൊരു 3000 നമ്മൾ ചെയ്ത പോലത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയണത്. ഇത് പ്ലസ് ആൻഡ് മൈനസ് ആണ്. അപ്പോൾ 2 പേർക്ക് ഒരു 6000 എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. നമ്മൾ ആ വീഡിയോയിൽ കാണിച്ച പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ചാൽ ഇത്രയും ദിവസം നമ്മൾ പോയുള്ള സ്ഥലങ്ങൾക്ക് ടോട്ടലായിട്ട് 6000 എന്നുള്ള രീതിയിൽ. ഇനി വരുന്നത് ഫുഡാണ്. ഫുഡിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഈ നമ്മുടെ പാക്കേജുകളിലും നമ്മളെ ഹോട്ടൽ ആ പാക്കേജുകളിൽ ഇൻവോൾവ് ആയിപ്പോയി. പിന്നെ വരുന്നത് ലഞ്ചാണ്. ലഞ്ചിൽ നമ്മൾ 2-3 ദിവസമൊന്നും നമ്മൾ ലഞ്ച് കഴിക്കേണ്ടായിട്ടില്ല. കാരണം രാവിലെ പോയി കഴിഞ്ഞാൽ ഈ കുന്നിൻ്റെ മുകളിലൊക്കെ കറങ്ങി നമ്മൾ വൈകുന്നേരം വരുമ്പോഴേക്കും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഈ കുതിരപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് ലഞ്ചൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ നല്ല തണുപ്പും നല്ല സംഭവങ്ങളൊക്കെ ആകുമ്പോൾ 1-2 പാക്കറ്റ് ബിസ്ക്കറ്റ് തന്നെ നമ്മൾ ഇനഫാണ് കാര്യങ്ങൾ. നമുക്ക് അങ്ങനെ വിശക്കോ അങ്ങനെ സംഭവങ്ങളൊന്നും നമ്മൾ ടയർഡാവുക അങ്ങനെ ഫീലൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഒരിക്കലും ക്ഷീണിക്കുന്നില്ല, നമ്മളൊരിക്കലും വേർക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ വെള്ളം കുടിക്കുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഒരിക്കലും വരുന്നില്ല. അപ്പോൾ ഒരു പോക്കിങ്ങനെ പോകും, നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ്. പിന്നെ ചുറ്റും അത്രയും മനോഹരമായ കാഴ്ചകളാകുമ്പോൾ വിശപ്പ് എന്താ നമ്മൾ തന്നെ ആരാണെന്ന് നമുക്ക് മറന്നു പോകുന്ന കാഴ്ചകളാണ്. വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ലഞ്ചൊക്കെ 3 ദിവസമൊക്കെ ഓൾമോസ്റ്റ് ഞങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല. 2 ദിവസമായിട്ടാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടുള്ളത്. ആ 1-2 ദിവസം ഞങ്ങൾ ആ കശ്മീരി പുലാവൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി നല്ലൊരു ഹോട്ടലിൽ കയറി, വേറൊരു ഹോട്ടലിൽ ഒരു നോൺ വെജിന് വേണ്ടി കയറി. അതൊരു നല്ല ഹോട്ടൽസ് ആയ കാരണം അത്യാവശ്യം നല്ല എമൗണ്ടായി. പക്ഷേ അവിടെ ഒരുപാട് എന്താ പറയുക ചീപ്പായിട്ട് നമുക്ക് ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. അപ്പോൾ അതൊന്നും അത്രയധികം പ്രൈസ് ആവില്ല. പിന്നെ ഷോപ്പിംഗ് എന്നുള്ളത് അതും ഓരോരുത്തരുടെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ അടുത്ത് ബഡ്ജറ്റ് ഉണ്ട്, എന്തൊക്കെ നിങ്ങൾക്ക് മേടിക്കണം എന്നനുസരിച്ച് നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാം. ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അവിടേക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയാണ് അവിടുന്ന് ഷോപ്പിംഗ് ചെയ്തിട്ട് എന്നുള്ളത്. നമ്മളവിടുന്ന് സഫ്രോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം ഡ്രൈ ഫ്രൂട്ട്സ്, അതിൻ്റെയൊക്കെ റേറ്റും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും എവിടെയാണ് കിട്ടുക എന്താണെന്നുള്ളതൊക്കെ ഓരോ ആ വീഡിയോയിൽ നിങ്ങൾക്ക് പോയി കാണാം. പിന്നെ നമ്മൾ അവിടുത്തെ മെയിനായിട്ടുള്ള ക്ലോത്ത്സ്, അതായത് പഷ്മീന ഷോള്, അതിൻ്റെ സാരി, കാർപ്പറ്റ്, ഇതൊക്കെ കിട്ടുന്ന ഫാക്ടറി ഔട്ട്ലെറ്റ് നമ്മൾ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അവിടെ എന്താണ് റേറ്റ്, എന്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ സാരി മേടിച്ചിട്ടുണ്ടായിരുന്നു, കാർപ്പറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് റേറ്റുള്ള സംഭവങ്ങൾ തന്നെയാണ്. അതും ഒക്കെ ഡീറ്റെയിൽ നമുക്ക് പ്രൈസൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷോപ്പിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെ നിന്നാണ് എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ആ ഷോപ്പിംഗ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ടോട്ടൽ നമ്മളിപ്പോൾ എക്സ്പെൻസ് നമ്മളെ വരുന്നത് 2 പേർക്ക് വരുന്നത് നമ്മൾ ഈ വ്ളോഗിൽ കാണിച്ച ഹോട്ടൽസിലും സൈറ്റ് സീയിങ്ങിലും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളിൽ 2 പേർക്ക് ആയിട്ട് ഏകദേശം റേറ്റ് വരുന്നത് 1 lakh എന്നുള്ള ഒരു എമൗണ്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്.
അപ്പോൾ ഒരു ഡീസൻ്റ് വളരെ നല്ല ഹോട്ടലാണ് കേട്ടോ. നല്ല ഹോട്ടൽ, അത്യാവശ്യം നമ്മളെല്ലാ സൈറ്റ് സീയിങ്ങും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടു ഇരിക്കുന്നത്. അപ്പോൾ ഒരു 1 lakhന് ഒരു നല്ല ഇതുപോലത്തെ നല്ല അടിപൊളി 4 star ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളും ഇതുപോലത്തെ ഒരു 5000 എന്നുള്ള രീതിയിലുള്ള ഒരു ഹൗസ് ബോട്ടിലായിട്ട് 2 പേർക്ക് നമുക്ക് ഇൻക്ലൂഡിങ് അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് പ്ലസ് ഓർ മൈനസ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയം നിങ്ങൾ ആ സമയത്തൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ. ഇനി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വെച്ചാൽ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 75,000 വരെ ഇത് താഴത്തേക്ക് ഒരു 25,000 രൂപ നിങ്ങൾക്ക് പിന്നെയും സേവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ 8,500 എന്നുള്ള ഹോട്ടൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും അതിൻ്റെ ഒരു 4,000 എന്നുള്ള രീതിയിലൊക്കെയുള്ള ഹോട്ടലുകളും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഹോട്ടലുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പിടിക്കുകയാണെന്ന് വെച്ചാലും നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ആ ദിവസത്തെ അവൈലബിലിറ്റി അനുസരിച്ചും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 1 lakh എന്ന 2 പേർക്ക് എന്നുള്ള കോസ്റ്റ് നമ്മൾ പോയ രീതിയിലുള്ളതാണ്. അപ്പോൾ ഒരു കുട്ടി ഇൻക്ലൂഡ് ആകുമ്പോൾ ആ കുട്ടിയുടെയും കൂടി ഇതിലൊക്കെ എല്ലാത്തിലും എക്സ്ട്രാ കോസ്റ്റ് വരും. കുതിരപ്പുറത്തൊക്കെ നമ്മൾ ഒരു കുട്ടിയില്ലേ, ചെറിയല്ലേ കുതിരയാണ് അവരുടെ കൗണ്ട്, കുട്ടിയല്ല. അപ്പോൾ ആ കുതിരയ്ക്ക് ആ എക്സ്ട്രാ എമൗണ്ട് ഉണ്ട്. അങ്ങനെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൈറ്റ് സീയിങ്ങിനൊക്കെ. അപ്പോൾ ഒരു 75,000 എന്നുള്ള രീതിയിൽ 2 പേർക്ക് സുഖമായിട്ട് നല്ല ഹോട്ടലൊക്കെ ആയിട്ട് തന്നെ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. പിന്നെ വേണമെച്ചാൽ പിന്നെ നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്നപ്പോൾ ട്രാവൽ ഏജൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം വെച്ചാൽ അവരോട് വിളിച്ചു ചോദിച്ചാൽ ഞങ്ങളടുത്ത് ഇതാണ് ബഡ്ജറ്റ്, ഞങ്ങൾ ഇത്ര പേരാണ് വരുന്നത്, ഇതാണ് ഏജ്, ഞങ്ങളടുത്ത് ഇത്രയാണ് ബഡ്ജറ്റ് ഉള്ളത്, ഇന്ന സ്ഥലങ്ങൾ കവർ ചെയ്യണം, ഇതിലെങ്ങനെ പറ്റുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അതിനനുസരിച്ചൊരു പാക്കേജ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അവർ പറഞ്ഞു തരും ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, എങ്ങനത്തൊക്കെ സ്റ്റാൻഡേർഡ് ആവും ഇതിലുണ്ടാവുക എന്താണെന്നുള്ള അവർ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, പിന്നെ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ ട്രിപ്പാണ്, ഇതിൽ എന്തൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഏതൊക്കെ പ്രയോറിറ്റി കൊടുക്കാം എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് സൈറ്റ് സീയിങ്ങിന് പ്രയോറിറ്റി കൊടുക്കും. ഹോട്ടൽ എന്നുള്ളത് ഇപ്പോൾ ഒരു 4 star ഗ്രേഡ് ഇല്ല, അല്ലെങ്കിൽ ഒരു 5 star ITC പോലുള്ള അത്രയും ഹോട്ടൽ ഇല്ലാണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന വെച്ചാൽ വേറെ എത്രയോ സ്ഥലങ്ങൾ നമുക്ക് പോയിട്ട് ഒരു 24 hours ഹോട്ടലിൽ നിന്നിട്ട് നമുക്ക് ആ ഹോട്ടൽ എക്സ്പ്ലോർ ചെയ്യാം, അവിടുത്തെ സംഭവങ്ങളും ഫുഡും ഒക്കെ. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടലൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ ടൈമില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണമായിട്ട് നമ്മൾ നേരെ കിടന്നുറങ്ങുകയാണ്. രാവിലെ നേരത്തെ 8:30 വണ്ടി വരും, അപ്പോൾ നമ്മൾ എണീച്ചു പോകും. അപ്പോൾ ഹോട്ടൽ എക്സ്പ്ലോറൊന്നും നമ്മൾ നടക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഹോട്ടൽ എന്നുള്ള എമൗണ്ട് നന്നായിട്ട് എത്രമാത്രം നല്ല രീതിയിൽ ഒരു ഡീസൻറ്റ് ഹോട്ടൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറച്ചിട്ട് സൈറ്റ് സീയിങ്ങിൽ ഈ കുതിരപ്പുറത്ത് അവിടെയൊക്കെ പോയിട്ട് നന്നായിട്ട് നെഗോഷിയേറ്റ് അത് ഒന്നും മിസ്സാക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബഡ്ജറ്റിലായിട്ട് നിങ്ങൾക്ക് കാശ്മീർ ട്രിപ്പ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. 70,000 എന്നുള്ള രീതിയിൽ തന്നെ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായി കിട്ടും. അതിലും കുറഞ്ഞ രീതിയിലും കിട്ടാൻ ചാൻസ് ഉണ്ട് ഹോട്ടൽസ് ഇനിയും നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓരോരുത്തരുടെ പ്രയോറിറ്റിയാണ്. എന്താണ്, ചിലർക്ക് ഹോട്ടൽസിൽ എപ്പോഴും നല്ല ഹോട്ടലിൽ തന്നെ താമസിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടാവും, ചിലർക്ക് ഷോപ്പിംഗ് അധികം ചെയ്യാനാവും ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ എല്ലാറ്റിലും എന്താ പറയുക, നല്ല ഒരു അത്യാവശ്യം ഒരു അവറേജ് എന്നുള്ള രീതിയിലെല്ലാം ടച്ച് ചെയ്തിട്ടുള്ള രീതിയിലൊരു സംഭവമാണ് നമ്മൾ ഈ ട്രിപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് ഹോട്ടൽസ് ആയാലും സൈറ്റ് സീയിങ് ആയാലും ഷോപ്പിംഗ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് ട്രിപ്പ്. എപ്പോഴെങ്കിലും ബുബിളിൽ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും. പിന്നെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നറിയില്ല, അതായത് നമ്മൾ പോകുന്ന സമയത്ത് എപ്പോഴും വിൻ്റർ ടൈമിലൊക്കെ ആണെന്ന് വെച്ചാൽ എപ്പോഴും പവർ ബാങ്ക് കയ്യിൽ വയ്ക്കുക. കാരണം നമ്മൾ തന്നെ ഫോട്ടോ വീഡിയോ എടുക്കുകയാണെന്ന് വെച്ചാൽ തണുപ്പിൽ മൊബൈലിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവുന്നുണ്ട്. നമ്മൾ ഫുൾ ചാർജ് ചെയ്താലും കുറച്ച് നേരത്തുള്ള നോക്കുമ്പോൾ ഡൗൺ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് പവർ ബാങ്ക് കയ്യിൽ വയ്ക്കുക. നല്ല വിൻ്റർ ടൈമിലൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്, അവർ തന്നെ പറഞ്ഞു പെട്ടെന്ന് ചാർജ് ഡിം ആവും എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നല്ല ഡ്രസ്സുകൾ എല്ലാം കുട്ടികളൊക്കെ ഉണ്ടെച്ചാൽ അവരൊക്കെ കറക്റ്റാക്കിയിട്ട് അവർക്കുള്ള ഡ്രസ്സുകളും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ സേഫായിട്ടുള്ള പ്ലേസാണ്, ടൂറിസ്റ്റിന് നമുക്ക് പോവാം, നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, നല്ല ആളുകളാണ്, നല്ല പേടിക്കേണ്ട അങ്ങനെ പ്രശ്നങ്ങളൊന്നും ആളുകളായിട്ടുള്ളതില്ല. ഇപ്പോൾ ഒരു ലോക്കൽ ഇപ്പോൾ നമ്മളൊരു ട്രാവൽ ഏജൻറ്റ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊരു നല്ല ബെനിഫിറ്റാണ്. നമുക്ക് അവരൊക്കെ ആയിട്ട് സംസാരിക്കാൻ പല കാര്യങ്ങളും നമുക്കൊരു അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ അവർ എപ്പോഴും മുന്നിലുണ്ടാവും. ലോക്കലായിട്ടുള്ള ഭാഷ അറിയുന്നതാണ്. പിന്നെ ഹിന്ദി അറിഞ്ഞാൽ മതി. അവരൊക്കെ കശ്മീരി ഭാഷയിലാണ് അവർ അങ്ങോട്ടും സംസാരിക്കുകയെന്ന് വെച്ചാൽ ഹിന്ദി അറിഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദി നന്നായിട്ട് നമ്മൾ സംസാരിക്കുക, ഹിന്ദി ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുക, കൈകാര്യം ചെയ്യാൻ അറിയുന്നവരാണ്. ഓഫ് കോഴ്സ് ഈ ട്രാവൽ ഏജൻറ്റ് നമ്മളെ അടുത്തുള്ള ഒപ്പമുള്ള ആൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷും സംസാരിക്കുന്നുണ്ടായിരുന്നു, ഹിന്ദിയും സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താ, ഇനി കവർ ചെയ്യാത്ത എല്ലാം കവർ ചെയ്തു. ഇവിടുന്ന് ഇറങ്ങി നമ്മൾ പൊത്തുന്ന വരെ ഉള്ള സീനറി ക്യാപ്ചർ ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ഫുൾ എക്സ്പെൻസുകളും നമ്മൾ കവർ ചെയ്തു. കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കശ്മീർ എന്നുള്ളത്. എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല കശ്മീരിലേക്ക് പോകും എന്നുള്ളത്. നമ്മൾ
ഒരു ഇൻ്റർനാഷണൽ ടൂർ എന്നുള്ള രീതിയിലായിരുന്നു പ്ലാനിങ് തുടങ്ങിയത്. അതിങ്ങനെ പ്ലേസുകൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഈ ഒമിക്രോണും സംഭവങ്ങളൊക്കെ പിന്നെയും ഇതൊരു ടെൻഷനാണോ എന്താണെന്നുള്ള ഇങ്ങനെ മാറി അത് വന്നപ്പോഴാണ് ഓക്കെ എന്നാൽ ഇവിടെ എവിടെയെങ്കിലും നോക്കാം. അപ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ കശ്മീരിലേക്ക് പോയിട്ടുണ്ട്, അവർ അവിടെയാണെന്നുള്ള. അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നല്ല രസമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ തണുപ്പ് കൂടുതലാണോ ചോദിച്ചു, ഇല്ല കുഴപ്പമില്ല നല്ലതാണ്. അങ്ങനെയാണ് നമ്മളെ ഈ എന്താ പറയുക നമ്മൾ ഈ ട്രാവൽ അവരായിട്ട് കണക്ട് ചെയ്യുന്നു, അവർ പോയത് അങ്ങനെ നമ്മൾ വിളിച്ചു ചോദിക്കുന്നു, ബുക്ക് ചെയ്യുന്നു, എല്ലാം 2-3 ദിവസത്തിനുള്ള എല്ലാം പരിപാടി നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മൾ കശ്മീരിലെത്തി. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടായ ഒരു ട്രിപ്പായിരുന്നു. ഭയങ്കര നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടതിന് ശേഷം എന്താ പറയുക കശ്മീരിൻ്റെ ബ്യൂട്ടി എന്താണെന്നുള്ളത് ഞാൻ അത്രയും എന്താ പറയുക -8-ലും 9-ലും നമ്മൾ പുറത്തിറങ്ങി ക്യാമറയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ഷോട്ടുകളും. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് അവിടുത്തെ ബ്യൂട്ടി, ഏതൊക്കെ സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് 8 എപ്പിസോഡായിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണും. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യൂ. അപ്പോൾ അവരും അറിയട്ടെ കശ്മീരിലെ ബ്യൂട്ടി. നമ്മുടെ രാജ്യത്തിൽ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിതൊരു പ്രൗഡ് മൊമെൻ്റ് അല്ലേ. അപ്പോൾ ആ ബ്യൂട്ടി എല്ലാവരിലേക്കും എത്തട്ടെ. അപ്പോൾ നിങ്ങളും പ്ലാൻ ചെയ്യൂ നിങ്ങളുടെ വെക്കേഷൻ സമയത്തിനനുസരിച്ചും സൗകര്യത്തിനനുസരിച്ചും ഒക്കെ. അപ്പോൾ ഈ വീഡിയോ എത്രമാത്രം എല്ലാ ഡീറ്റെയിൽസും നിങ്ങളിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് തുടർന്ന് കാണാം. ശരി, ബൈ ബൈ.